Amen. Praise the Lord. Praise the Lord. Hallelujah. 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 സതീഷ് പാസ്റ്റർ ഫാമിലി, മറ്റ് ചർച്ചിലെ എല്ലാ ബിലീവേഴ്സ് ഫാമിലി, കർത്താവിൽ എല്ലാവർക്കും അരുണാചൽ പ്രദേശിൽ നിന്നും വന്ദനം. പ്രൈസ് ഗോഡ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഈ സഭയോട് ചേർന്ന് ഞങ്ങൾക്കും ആത്മാവിൽ ജോയിൻ ചെയ്യുവാൻ കർത്താവെന്ന പ്രിവിലേജ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ ഗ്ലോറിയസ് ആകുന്ന പ്രസൻസ് ഈ പുതിയ വർഷത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഒരു സ്പിരിച്വൽ റിഫ്രഷ്മെൻറ്റ്, സ്പിരിച്വൽ റിസ്റ്റോറേഷൻ കൊണ്ടുവരട്ടെ. ആമേൻ. അവൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് ഹൃദയങ്ങളെ തുറക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Thank you, Father, we praise. Thank you, Jesus. Wonderful Lord. Thank you, Jesus. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. കുരിശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ, ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രമാ. ഹീനനന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രമാ. സ്നേഹമാ ദൈവമേ നീ എന്നെ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും
നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമാ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമാ. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസയേ. എന്റെ ആനന്ദമേ ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസയേ. എന്റെ ആനന്ദമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. Thank you, Father. We praise you, God. We praise you, God. We praise you, God. Oh, Rabashantana Rabakatana Ribondolo Robos. Brebanagantana Dirababaragam Shante. Am telling the Moshmane Amrebi the Balagasam to the Moshmane Kalbraban Talaban did the boat. Oh, Yarakana the Ampele Amrabo Shantana Rama. Yada Ricola Bosi under the Ribola Gassiprana Gandelere. Oh, Yarima Shamda Makora Bosi Kebribanato. Spirit of God, Spirit of God, Spirit of God, Spirit of God. Kata Barakanda Yala Barahan, the Bosha Pribele, the Bosha Prantele the Bora. Imakara Batala Bazandele Bosha Pribele Bosi Kelemento Robosa. Ricatala Mambrebo Siba Deli Hondo Bola Zikari Vandele Rebele Vendele Ribola Ba. Glory, 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 Yeshua. 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 Kurabata Kasam Tele the Bosham Tana Rababa Bantere. Rabdala Mazikara Mandele the Boshika Bragantele the Bosha. Ribala la Basa Kelemendele the Bosham Tele the Boka Mama. Rebele the Bosiam Tele the Bosham Tana Rababa.
Thank you, Jesus. Thank you, Jesus. ജീവനോടുയർത്തവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനോടുയർത്തവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഓ ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, യേശുവേ, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന. മരണത്തെ ജയിച്ചവനെ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനെ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന, 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 ഹല്ലേലൂയ, ഹോസന. हे जीवित परमेश्वर, मैं तेरी आराधना करता हूँ. जीवन को देने वाले, मैं तेरी आराधना करता हूँ. हे जीवित परमेश्वर, मैं तेरी आराधना करता हूँ. जीवन को देने वाले, मैं तेरी आराधना करता हूँ. हालेलुया, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, हालेलुया, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ.
होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमां और महिमा गाए ज़मीन। यीशु मसीह ओ तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमां और महिमा गाए ज़मीन। हम गाए होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुटाने को अपने बेटे को कुर्बान किया। प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुटाने को अपने बेटे को कुर्बान किया। हम गाए होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजाओं का है राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा। ओ तू है प्रभु हमारा खुदा। Yene menere moshi amramane rebo. Hey ala la 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 masamye le me moshna. Spirit of the Lord, Spirit of the Lord, Spirit of the Lord. Hey ala makaya la pravida.
praising him in tongues, praising him in tongues. अन्य भाषा में प्रभु को स्तुति कीजिए. पवित्र आत्मा हर एक दिल को, हर एक जीवन को भरने पाए. एक नया साल में जीवन में परिवर्तन, रिस्टोरेशन, रिवाइवल, आत्मा की रिवाइवल सभी का जीवन में हो जाए यीशु के नाम में. Holy Spirit, we love you. Holy Spirit, we love you. Holy Spirit, we love you. For the first day of this fasting prayer, let the church receive the fire of revival from heaven, Lord. पवित्र आत्मा की जागृति का आग
कलीसिया के पुत्र ने पाया यीशु के नाम में। Oh Lord, my God, when I not so wonder, consider all the words thy hand hath made. I see the stars, I hear the mighty thunder, thy power throughout the universe display. Jesus. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Precious Ahoy, Prabhu Yeshu kitna mahan, kitna mahan, kitna mahan. Thank you, Jesus. Jesus. Precious Ahoy, Prabhu Yeshu kitna mahan, kitna mahan. Hallelujah, 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 hallelujah. Sing everyone, hallelujah, hallelujah. As we sing and worship, the refreshing of the Holy Spirit, the refreshment by the presence of God is coming upon every family right now in the name of Jesus. Oh, Rabba Shatana Rabba Baba. Rebele Rebo Shantina Babra Bos Manahanda Ribola Ramas.
Remanadu brahasam tenerebo pramasha. Lemrahina mala soboli kamprabasa tena ramanda yala prabosha. O rababa bana katerebo brahida basham da makatere. Da kalom da gala samba makaniya delerebosh. Father, in the name of Jesus, bless your children. In the name of Yeshua, let everyone be filled with the Holy Spirit. Oh God, a new divine experience, a new commitment for the Lord, for the gospel. Rabala Shekere Motolorobo. All that God has planned about this church, about this congregation, will come to pass. Something new may begin in this new year for the glory of God through this church. Rabababa, for the expansion of God's kingdom. Lo brakatama razam delerabosi kebrigan delerabosi kramana dele. We bless your people. We thank you for your presence. We give all the glory to you, Yeshua. Thank you, Father. Thank you, Lord God, our Father. In Jesus' name, amen, 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 amen. I thank God for this wonderful opportunity to be with God's people. Thank you so much, Pastor and church, for visiting Bihar and being with us. That was a very good time for us also. And I could also listen to testimonies about how this church is a blessing to so many. All good testimonies. Everybody is saying good things about the church. Yes, that is such a good model, such a good example. എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്നു. മെട്രോ ചർച്ചിനെ പറ്റി, അവിടുത്തെ പാസ്റ്ററെ പറ്റി, അവിടുത്തെ ഫെലോഷിപ്പിനെ പറ്റി, അവിടുത്തെ passion for evangelism, mission. Many people told me. I was thanking God because many times we hear many criticisms and all those things. But about this church, members of the church, members of other churches in that city, some of my friends, everybody said good things. That's so good to hear. Yes. That is because of the vision of the leadership, because of God's mercy. Yes. Recently, as I was meditating the word of God, God spoke to me again about, as I was reading the book of Habakkuk. By the way, I don't preach in English. हिंदी होता तो बहुत बढ़िया होता, लेकिन आप लोग तो हिंदी सब लोग नहीं जानते, इसलिए हमको अंग्रेजी में बोलना पड़ता है. So English is my third language, so kindly bear with me. So yeah, vision. God spoke to me, or God reminded me again about the power of vision, the need of vision. As we have entered into a new year, we must move with a godly vision. Godly vision. There are two kinds of people. One kind of people, they are visionaries. They see vision. They are the people who change the world. They are the people who are used by God. Even otherwise, vision is very powerful. Yes, your President Kennedy, he saw a vision in 1960. In 10 years, within 10 years, an American should reach moon. I'm not saying that was a godly vision. That was a vision of a president. And you know what happened. It did not take 10 years. In 1969, an American reached the moon.
But we are not talking about ordinary vision. We are talking about godly vision. Yes. That is your greatness actually. Not the money you accumulated, not the Bangla you are living in. Yes. Because we are going to leave this world very soon. Somebody said, only one life. Only one life. And soon it will be past. And soon it will be past. What is done for Christ alone will last. We must do something which is lasting forever. Dr. Billy Graham saw a vision when he was an unknown evangelist. Yes, I read his book. He was not known by people. He was unknown evangelist. When somebody invited a preacher to a youth festival, youth meeting, he said, I am sorry, I am not able to come. Shall I send a youth good preacher, Billy Graham? He said, no, please don't send that. We don't know who is that. If you have time, you please come. But the vision, Dr. Billy Graham saw a vision that the football stadiums of America will be filled with people coming to listen the word of God. That was his vision, his dream, his godly dream. And then you know what happened. He spoke to 200 million people. 200 million people. That was not because of his handsome personality, not because of the money, not because of his degree. That was because of God's mercy and the vision he received. Today we must receive a vision and we must walk with that vision. In fact, we must run with that vision. We must run with that vision. Yes. That's what we see in Habakkuk 2:2. यहोवा ने मुझसे कहा, दर्शन की बातें लिख दे. ദർശനത്തിന്റെ വാക്കുകൾ എഴുതി വെക്കുക. वरन पटियाओं पर साफ साफ लिख दे. Write it clearly. कि दौड़ते हुए भी वे सहज से पढ़ी जाए. നമ്മൾ ഓടുമ്പോഴും വായിക്കാവുന്ന തരത്തിൽ, ഓടുന്നവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിൽ, വലിയ അക്ഷരത്തിൽ. First we must write it in our heart. Before that we must receive it from God. We are here for a godly purpose. A godly purpose. This year, God willing, we must run with a godly vision. In 2:3 it says, क्योंकि इस दर्शन की बात नियत समय में पूरी होने वाली है. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. होने वाली है. It is going to happen. അത് നമ്മൾ പറയണം. It is going to happen. It is going to happen. Yes. ഞങ്ങളെ ദൈവം അയച്ചത് ശവപ്പറമ്പിലേക്കാണ്. എൻ്റെ ഒരു ബുക്കിന്റെ പേര് കോൾ ടു ദ ഗ്രേവിയാർഡ് എന്ന. ശവപ്പറമ്പിലേക്ക് സ്വാഗതം. God sent us to a graveyard. My father came to meet me. My father was working abroad for some 30 years. He was pastor also. Yes. He said to my friends in mission, he said, EAB എന്തോ ചെയ്യുന്നേ? ഇവിടെ ഉള്ളതാകെ ഈ മലിനജലം ഒഴുകുന്ന ഓടകളല്ലാതെ ഇവിടെ പിന്നെ ആത്മാക്കളെ കിട്ടുമോ? Because he saw in the biggest Pentecostal church, there were 15 people, 15 പേര്. After 30 years of hard work of that dedicated man of God. My father thought I am wasting my time. I did not come here because of any vision.
God pushed me. Yes, God spoke to me that you should do God's work. By the grace of God, I could get the highest degree. I started as a college university teacher when I was 26 years old. But God spoke to me to teach environmental science. I was teaching environmental science in postgraduate course in Mahatma Gandhi University, Kerala. Those times I started working with the youth. God spoke to me to become a scientist. There are many, but to share the word of God, there are not many. You must. I want to talk to you, young people. So many of us think that money is, I will give money. Your money is not that essential for God. I am telling you, you are more required for God. Yes. When I came here, before that I was working in a king's palace. God spoke to me, stay here. I lost my job. I lost my career. My PhD thesis was incidence of coliform inhibition by bacteriocins in drinking water. Now, except drinking water, I forget everything. I forgot everything. I used to teach postgraduate children. It's in English. Now I am struggling to preach to you in English. My children laugh at me. You don't know how to differentiate between like തണുപ്പിന്റെ കോൾഡും വിളിക്കുന്ന കോൾഡും തമ്മിൽ അപ്പായിക്ക് പറയാൻ അറിയത്തില്ലല്ലോ. But that's okay. Yes. God told me, after coming here, God told me, I was working in an institute as director in Bihar. I thought I will work, I will earn money, I will not depend on anybody's support. I will work for God. Because I didn't want to do ministry like that. That was not in my mind. But God spoke to me. I heard my wife is giving very much for God's ministry. Somebody told me just after marriage. I was thinking, is it necessary to give that much? But God spoke to me, you don't give that much. You give 100%. You give full. So I started giving my whole salary for God's ministry. Yes. Then I entered into full-time ministry. God spoke to me, don't do any income generation activity. I will provide for you. I didn't understand anything because I thought there will be one church and my needs, my samosa, my paratha, my food and my shelter. That's what I thought God will provide. But today I'm 26 years we have completed. God spoke to me, don't do any income generation activity. I will provide for you. I'm telling you, dear brothers, that time we were 10 people, 10 evangelists, 10 believers, 10 evangelists, 10 believers. In our workers meeting, there would be 10 evangelists, not more than 10, and their family. Altogether, maybe 20. Yes. I'm telling you, God gave me that vision. God spoke to me, stay here. Where? In the graveyard. In the graveyard. No believer. But by the grace of God, I obeyed it. These 26 years, the thing is that God always provided for our needs. Now we are hundreds of evangelists, thousands of people, 10,000s of believers. We were only 10 believers. Till now, I did not write a request letter. We are starving. We have need of money. No. We wanted to support evangelists. Recently, then came Pastor Sadish. I was just standing somewhere.
in Lalganj. He was nearby, standing nearby. He came and he said, brother, God is putting in my heart to talk to you regarding supporting missions. Then we were standing during a worship time. Maybe Brother Stanley was leading that. And he came, he left his chair and he came to me. I was sitting one seat apart. He told me, brother, God spoke to me that please send these many informations of these many pastors we want to support. God's miracle. This miracle happens every day. All needs. What I am telling you, youngsters, you are required. You are required. To all of you. Yes. You are the most precious resource of God. You are the most precious resource of God. നിങ്ങളാണ് ദൈവത്തിന്റെ കരങ്ങളിലെ ദൈവത്തിന് ആവശ്യമുള്ള ഏറ്റവും വിലപിടിച്ച റിസോഴ്സ് നിങ്ങളാണ്, ഞാനും നിങ്ങളുമാണ്. കർത്താവിനൊരു മീൻപിടുത്തക്കാരൻ മതി. An ordinary person is enough for God. Yes. So, let us move with a vision. Visionary and survivor. Visionary will see through God's eyes. He will not live for himself. Then we will say, അത് മണ്ടത്തരമല്ലേ പാസ്റ്ററെ, നമുക്ക് വേണ്ടിയല്ലേ പിന്നെ എങ്ങനെ അയൽക്കാരന് വേണ്ടിയാണ് ജീവിക്കണ്ടേ? അതെ, അങ്ങനെ തന്നെ. സ്നേഹത്തിന്റെ പരിഭാഷ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പ്രേം അപ്പന ഭലായി നഹി ചഹത. വാഹ്, അത് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലെന്ന് പറയുന്നതിനെക്കാട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ടാ ഹിന്ദിയില്. പ്രേം അപ്പന ഭലായി നഹി ചഹത. സ്നേഹം, ദൈവസ്നേഹം സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയുള്ളതല്ല ചിന്തിക്കുന്നത്. അപ്പന ഭലായി നഹി ചഹത. Is there any example like that? Jesus is the example. Jesus is the example. वो अपना भलाई नहीं चाहा. He did not live for himself. He lived for others. William Booth, last sermon, he was not able to go and preach. He sent his sermon so that others could read. When they opened that, there was only one word. That was others. Others. A Christian must live for others. ഞാൻ എൻ്റെ റൊട്ടിക്ക് വേണ്ടിയും എൻ്റെ വീടിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒരു സർവൈവറാ. സർവൈവർ. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം ചെയ്തപ്പോ അവിടെ ഇരുന്ന 5000 പുരുഷന്മാർ, ഒരു 5000 സ്ത്രീകളെ കൂട്ടിക്കോ, ഒരു 10,000 പിള്ളേരെ കൂട്ടിക്കോ, എല്ലാരും കൂടെ ഒരു 10,000-20,000 പേരെങ്കിലും ഉണ്ടായിരുന്നത് മുഴുവനും സർവൈവേഴ്സ് ആയിരുന്നു. എന്റെ റൊട്ടി, എന്റെ വയറ്. പക്ഷെ ഒരാളുണ്ടായിരുന്നു, ഒരു വിഷനറി. യേശുവിനോടൊപ്പം ഒരു വിഷനറി ഉണ്ടായിരുന്നു. അതാരാ? ബാലൻ. അവന് പേരില്ല. അവന്റെ പേരെന്തുവാ? അവന് പേരില്ല. വിഷനറി, റിയൽ വിഷനറി പേരിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഓരോ കസേരയുടെയും പുറകിൽ എഴുതി വെച്ചിരിക്കുന്നു ഡൊണേറ്റഡ് ബൈ ലേറ്റ് മിസ്റ്റർ മാത്യു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാകട്ടോ, ഇത് ഏതൊരു ജീവൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കത്തില്ലല്ലോ. ഓരോ കസേരയുടെയും പുറകിൽ എഴുതിയിരിക്കുക ഡൊണേറ്റഡ് ബൈ ലേറ്റ് മിസ്റ്റർ മാത്യു. ഈ പേരെഴുതി വെക്കുന്നവര് സൂക്ഷിച്ചോണം. അതിന് കസേര ആയാലും വലിയ കെട്ടിടമാണെങ്കിൽ ചിലടത്ത് പോയ ഓരോ മുറിയുടെയും പേരിൽ എഴുതിയിട്ടുണ്ട് ഡൊണേറ്റഡ് ബൈ മാത്യു, ഡൊണേറ്റഡ് ബൈ ഗ്രേസി. അപ്പൊ സ്വർഗത്തിൽ പ്രതിഫലം വേണ്ടെന്ന് ഉറപ്പിച്ചേക്കുക. സ്വർഗത്തിൽ പ്രതിഫലം വേണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ
ആടിനെ കൊടുത്താൽ ആടിന്റെ പുറത്തും എഴുതി വെപ്പിക്കത്തില്ല. A visionary will not live for his glory. A real visionary will live for God's glory. എന്താ ദൈവത്തിന് വചനം പറയുന്നത്? നിന്റെ വലത്ത് കൈ കൊണ്ട് നീ ചെയ്യുന്നത് നിന്റെ ഇടത്ത് കൈ അറിയരുത്. ഇന്നലെ വാരണാസി താമസിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ബ്രദറെ നിങ്ങൾ 26 വർഷമായിട്ട് ഇവിടെ ഉണ്ടോ ബ്രദറെ? ഞാനിവിടെ 43 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരു 250 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ, 300 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം 43, ഞാനിവിടെ 26 വർഷമായിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാം, ബ്രദറെ ഞാൻ കഴിഞ്ഞ ദിവസം ബ്രദറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് അദ്ദേഹം ഒരു മീറ്റിംഗ് ഞാൻ പോയപ്പോ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ബ്രദറെ ഒരു ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഓക്കെ. ഞാൻ ബ്രദറെ ആദ്യമായിട്ടാണ് നിങ്ങളെ പറ്റി കേൾക്കുന്നത്. ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ദൈവദാസന. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. ഞാൻ ഇവിടെ ചോദിച്ചു, എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, നിന്റെ പാട്ട് എങ്ങനാ നീ പാടുന്നേ? പാട്ടിങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തൂ ബഡേ മേ ഘട്ടു. എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, നീ അങ്ങനാണോ പറയുന്നേ? നീയോ വളരണം ഞാനോ കുറയണോന്നാണോ? അതോ നിന്റെ പാട്ട് ഹിന്ദിയിലുണ്ടല്ലോ ആ പാട്ട്, തൂ ബഡേ മേ ഘട്ടു. അപ്പൊ എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, നീ അങ്ങനാണോ പാടുന്നേ മനസ്സിലും? അതോ തൂ ബഡേ മേ ബഡു, നീ വളർന്നോ പക്ഷെ എനിക്കും വളരണം, നീ ആളായിക്കോ പക്ഷെ എനിക്കും ആളാകണം, അങ്ങനാണോ? പ്രിയമുള്ളവരെ, വിഷനറി ഈസ് ലിവിങ് ഫോർ ഗാഡ്. സർവൈവർ ഈസ് ലിവിങ് ഫോർ സെൽഫ്. അവരുടെ ജീവിതം അവർക്കും അവരുടെ കുടുംബത്തിനും ചുറ്റും കറങ്ങുക. യെസ്, but a visionary will live for God. A visionary will live for others. For whom you are living? What is your dream? കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിന്റെ ടെസ്റ്റിമണി കേട്ടു. സത്യത്തിൽ നമ്മൾ പെന്തക്കോസുകാര് നമ്മളെ അനലൈസ് ചെയ്യേണ്ട, നമ്മളെ ഒന്ന് റിയലി ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ടെസ്റ്റിമണിയാണ്. അത് കേട്ടിട്ട് നമ്മളെ she said, when my child decided to do God's work. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, ആരുടെ ആയിരുന്നൊന്നും പറയുന്നില്ല. When my child decided to do God's work because God spoke to him. എന്ന് പറഞ്ഞാൽ എന്തുവാ? അവന് ദൈവം ഒരു ദർശനം കൊടുത്തു, നീ എന്റെ വേല ചെയ്യണം. ഈ അമ്മ ഭർത്താവിനോടും അമ്മായപ്പനോടും അമ്മായിയമ്മയോടും വീട്ടുകാരോടും സകലരോടും ഇവർക്ക് ഭയങ്കര ദേഷ്യമായി. അവര് പറഞ്ഞ വാക്കുകളാകട്ടോ. അപ്പൊ എന്നെ ദൈവാത്മ ഓർമ്മിച്ചൊരു കാര്യം, 99% ഓഫ് പെന്റക്കോസ്റ്റൽ ഫാമിലീസ്, ദിസ് ഈസ് ദ സ്റ്റോറി. നമ്മൾ ആഞ്ഞു കൈയടിക്കും, ഒച്ചത്തിൽ ഹല്ലേലൂയ പറയും, എല്ലാം ഉണ്ട് ചർച്ചിനകത്ത്. നമ്മുടെ മകൻ ഡോക്ടർ ആകുന്നത് വരെ അവൻ മിഷനറി ഡോക്ടറാ. പക്ഷെ ഡോക്ടർ ആയാൽ അവൻ വർഷത്തിൽ ഒരു 10 ദിവസം മിഷന് പോകുന്നത് പോലും ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ വേലയ്ക്കും ആളുണ്ട്. കർത്താവ് അവനൊരു ദർശനം കൊടുത്തു ചെറുപ്പത്തിൽ. ശമൂവേൽ ബാലന് ചെറുപ്പത്തിൽ ദൈവം വിളിച്ചു. ഓ, പാസ്റ്റർ പ്രസംഗിക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷമായില്ലേ. പക്ഷെ നമ്മുടെ മോനോട് പറഞ്ഞാലോ, മോനെ അത് വേണ്ട കേട്ടോ. ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, എൻ്റെ മോനൊരു വലിയ വീട്ടിൽ താമസിക്കും, എൻ്റെ മോനൊരു വലിയ കാറിൽ സഞ്ചരിക്കും, എൻ്റെ മോനൊരു വലിയ മോളെ കല്യാണം കഴിക്കും. ഇതായിരുന്നു എൻ്റെ ഡ്രീം. ഇവൻ എൻ്റെ ഡ്രീമിനെ മുഴുവൻ തകർത്ത് കളഞ്ഞു. Story of 99% of believers. This is what is spiritual hypocrisy. This is what is selfish spirituality. ആ സഹോദരി ആ സാക്ഷ്യത്തിൽ തന്റെ ആ സെൽഫിഷ്നെസ്സിനെ ഒക്കെ ഏറ്റു പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 99% സോ കോൾഡ് ബിലീവേഴ്സും ഞാൻ ഉൾപ്പെടെ റിപ്പന്റ് ചെയ്യേണ്ടതായത്.
ഹിന്ദിയിലൊരു കഹാവത്തുണ്ട്, ഭഗത് സിംഗ് അച്ഛാ ഹെ ബഗൽവാല ഘർമേ. ഭഗത് സിംഗ് സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ച മാർട്ടിയർ കൊള്ളാം, പക്ഷെ എന്റെ വീട്ടിൽ വേണ്ട. എബി മാത്യു ബീഹാറിലെ സുവിശേഷകനാ, നല്ല കാര്യം, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ആരും പോകണ്ട. അയാള് തല്ലുകൊള്ളട്ടെ, അയാൾക്ക് വരെ പണിയില്ലെങ്കിൽ. നമ്മുടെ എത്ര പിള്ളേർ സുവിശേഷ വേലയ്ക്ക് പോകാൻ വേണ്ടി? മോനെ, കീബോർഡ് ചർച്ച വായിക്കുന്നതല്ല സുവിശേഷ വേല. നോ 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 നോ. ഓർക്കണ്ട, ഇന്ന് ഓരോ ചർച്ചിലും 4 കീബോർഡ് ഉണ്ട്. ഞാനിവിടെ 4000 ചർച്ച് കാണിച്ചു തരാം, ഒറ്റ കീബോർഡ് ഇല്ല. വന്ന് വായിക്കാമോ? ഓർത്തോണം, only one life. എന്ത് കാശുണ്ടാക്കിയാലും, എന്ത് വീട്ടുണ്ടാക്കിയാലും, എത്ര നീന്തൽക്കുളമുള്ള വീട്ടുണ്ടാക്കിയാലും, പണ്ടൊക്കെ 2 മുറിയും 12 പിള്ളേരും. ഇന്ന് 12 മുറിയും 2 പിള്ളേരും. അവന് 18 വയസ്സാകുമ്പോൾ നമ്മളെ വിട്ട് പോവുക. ആർക്ക് വേണ്ടിയായി 12 മുറി? എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൂരെ ആയതുകൊണ്ട് എനിക്ക് പേടിയില്ല കേട്ടോ. പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ അമേരിക്കയ്ക്ക് വന്നിട്ടും ഇല്ല, അതുകൊണ്ട് ഇച്ചിരി കൂടെ പേടി കുറവാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എന്റെ മനസ്സിൽ ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആർക്ക് വേണ്ടി ഇതൊക്കെ കൂട്ടിവെക്കുന്നേ? നമ്മുടെ ടൈറ്റിൽ ഇവിടം കൊണ്ട് അവസാനിക്കുക അറിയുള്ളവരെ. നമ്മുടെ പണം ഇവിടം കൊണ്ട് അവസാനിക്കുക. നമ്മുടെ ചർച്ചിനെ, നമ്മുടെ തലമുറകളെ, let them receive a vision from the Lord. എന്റെ പല സ്നേഹിതരും 6 മാസം അമേരിക്ക വന്ന് നിൽക്കും, പക്ഷെ 6 ദിവസം ബീഹാറിൽ വരത്തില്ല. ഇവിടെ വരുമ്പോ പറയും, അയ്യോ ഞങ്ങൾക്ക് ചർച്ച് വിട്ട് വരാൻ പറ്റത്തില്ല. പക്ഷെ അമേരിക്ക വന്നാൽ 6 മാസം. I am talking about vision, 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 vision. What is your vision? എന്റെ ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും അല്ല എന്റെ വിഷൻ. ഞാൻ പറഞ്ഞല്ലോ, that one boy had a vision. He gave his full. നമ്മുടെ പകുതിയും അറ്റവും മുറിയും അല്ല കർത്താവിന് വേണ്ടത്. കാരണം കർത്താവ്, പിതാവായ ദൈവം തന്നത് അറ്റവും മുറിയുമല്ല. പിതാവായ ദൈവം തന്നത് സ്വന്തം ഏകജാതനായ മകനെ മുഴുവനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെന്തോ കൊടുക്കുന്നേ? നമ്മളെന്തോ കൊടുക്കുന്നേ? ഇന്ന് ഏറ്റവും വലിയ ഒരു എതിർപ്പിന്റെ സമയമാണ്. സത്യം പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു എതിർപ്പുണ്ടായിട്ടില്ല. ഒരു ബൈബിള് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്. ഇന്നലെ ഞങ്ങളുടെ ഒരാളെ മിനിഞ്ഞാന്ന് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് മർദ്ദിച്ചു. പക്ഷേ ഒരാഴ്ച മുമ്പ് രാജനാഥ്, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരനെ, UP-യില് ഇപ്പൊ ജയിലിലിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു അക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, अगर थोड़ा अक्कल होता तो इस जगह से भाग जाते. ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലം വിട്ട് ഓടണം. ഇവിടെ നിൽക്കുന്നത് ദൈവം തന്ന ഒരു ദർശനം കൊണ്ട്. ആ ദർശനം ദൈവം വിളിച്ചിട്ട്, മോനെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നോ 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 നോ, that is written in the word of God. My dear children of God, I want to tell you, move with a godly vision. Have a vision like Nehemiah. He was in that palace. He had everything good. So Nehemiah, he went out of his comfort zone. And what happened, we know. He got a vision. You know, he was willing to inquire. Your church came to Bihar. That was inquiring. You could be there. By the grace of God, you have a leadership with a vision. Yes. I am from a local church. I am here 26 years. Till now, nobody came from there. So I am not saying something so that you will I am not just saying to please you. No. They want to give me an award because I am here 26 years. I have completed 25 years. I want to tell them my first award is that one of you come here and see whether we are here. So inquiring. Many people tell, one uncle, 80 years, he told me, brother, I am willing. If God calls me, I will be ready.
God will not come to your house and call you. That is the word. That's why you received the word of God. You read that. Today we don't have time to read the word of God. The world have choked our life with their projects. They want 24 hours if we are there. One boy was telling me, they will give you anything. One boy was telling, that company will give anything to you. They will give you salary. They will give you other allowances. They will give you tour packages. They will give you liquor, and they will give you other things also, whatever you want. But they want you. They want your time. They want you to work for them. Do we have time for God? How you receive vision? You will receive the major source. The most important primary source for receiving vision is the word of God. Yes. Nehemiah inquired. We must inquire in the word of God. And he found that people are in distressing situation. They are distressed. Wall is broken. What he said, what he did. That is the procedure for receiving a vision and acting upon it. He inquired. He had burden. He was thinking about perishing people. He was thinking about his land. Then when he heard about it, वो बैठ कर रोया, प्रार्थना किया, रोया. प्रभु ने एक बार हमको एक गीत दिया. वो गीत का 2 लाइन ऐसा, आंसू बहाकर गिड़गिड़ाकर प्रार्थना करना सिखा दे प्रभु, मेरे सिर को जल ही जल और आंखों को सोता बना दे प्रभु, आंसू बहाकर गिड़गिड़ाकर प्रार्थना करना सिखा दे प्रभु. My dear respected believers, let us inquire. Let us be available. वो रोया, प्रार्थना किया, रोया, उपवास किया, विलाप किया और कदम आगे रखा. പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു, വിലപിച്ചു. ആർക്ക് വേണ്ടിയാ? ദൈവമേ, എനിക്ക് അടുത്ത പ്രൊമോഷൻ എപ്പോ കിട്ടും? എന്റെ കുഞ്ഞിന് അടുത്ത ഡിഗ്രി എപ്പോ കിട്ടും? നോ 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 നോ. He prayed for others. He cried for others. He came out of his comfort zone. He went to the king and asked permission not to go to ഈയിടെ അമേരിക്കയിൽ നിന്ന് വന്ന അച്ചായനോട് ഒരാൾ പറഞ്ഞു, അച്ചായ ഞങ്ങളുടെ അയർലൻഡിൽ വരണം കേട്ടോ, അയ്യോ എന്തോ സുന്ദരമാണെന്നറിയാവോ. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞങ്ങളെല്ലാം അമേരിക്ക ഏറ്റവും സുന്ദരമെന്നും പറഞ്ഞിരിക്കുക. ഇപ്പൊ അച്ചായനെ ഒരാഴ്ചത്തേക്ക് അയർലൻഡിൽ വിളിച്ചിരിക്കുക, ഇവിടെ സുന്ദരമാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇസ്രയേലിന് പോയി ഒരു തവണ പോയി, എല്ലാ വർഷവും പോകാൻ തോന്നുക. അരുമനാഥന്റെ കാല് പതിഞ്ഞ മണ്ണല്ലേ. ഞാൻ വിചാരിച്ചു കാശ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളെ. എന്റെ പൊന്നു സഹോദര, അരുമനാഥന്റെ കാല് പതിഞ്ഞിട്ടില്ലാത്ത മണ്ണിൽ ആ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളില്ലാതെ പണം കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ തിരുവല്ലായില. മക്കളോട് പോലും പറഞ്ഞിട്ടില്ല എവിടെ പൈസ വെച്ചേക്കുന്നതെന്ന്. ഇതെല്ലാം നമ്മൾ ഈ ആരോഗ്യം. എന്റെ മദർ ഓടി നടന്നയാളാ. ഇപ്പൊ 95 വയസ്സുണ്ട്. 4 മാസം മുമ്പ് ഷി വാസ് ബെറ്റർ. ഇപ്പൊ കൈ പിടിച്ചെല്ലാം നടക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു അമ്മയെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എത്ര ഓടി നടന്നു. ഞാൻ നിങ്ങളോടെല്ലാം പറയുന്ന ഇതാ, നമ്മുടെ ഒന്നും ഈ സമയമുണ്ടല്ലോ, ഈ കാണുന്ന
ഈ കാണുന്ന ആരോഗ്യവും, ഈ കാണുന്ന പൈസയും, ഈ കാണുന്ന സൗന്ദര്യവും, ഈ കാണുന്ന വീടും, ഈ കാണുന്നതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകേണ്ടി വരും. റിസീവ് എ വിഷൻ. അത് ദൈവം എന്നോട് പറഞ്ഞു. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളോട് പറയാതിരുന്നിട്ടില്ല. അത് നിങ്ങളെ ചെകഞ്ഞെടുക്കണം. ഇന്ന് അതിനെ നമ്മൾ മൂടി വെച്ചിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു. തമിഴിലെ പാട്ട് വാലല്ല നിന്നെ തലയാക്കിയിടും, അത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടാ. പക്ഷെ കർത്താവ് വേറെ ചില ദർശനങ്ങൾ തന്നിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തികഞ്ഞെടുക്കണം. നമുക്ക് വേണ്ടാത്തതൊക്കെ നമ്മൾ മാറ്റി നമുക്കിഷ്ടമുള്ളത് സ്വീകരിച്ചു. ഇന്ന് നമ്മൾ അത് തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കണമെന്ന് 2 തിരഞ്ഞെടുപ്പുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ ദൈവം പറഞ്ഞൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ദൈവത്തിന് നമ്മളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണം. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ ദൈവം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ വേണ്ടി അനുഗ്രഹമാക്കിയത് അല്ലേ? അതാണ് ലൈഫിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു വിഷണറി ലൈഫ് എന്ന് പറയുന്നത്. അതാണ് ഒരു വെൽ ലിവ്ഡ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ശവക്കല്ലറിയിൽ ശവക്കല്ലറിയോ? അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് പോകാൻ തുടങ്ങുക. വാട്ട് യു വാണ്ട് ടു ബി റിട്ടൺ ഓൺ യുവർ ടൂം സ്റ്റോൺ? നാട്ടിലെ ഏറ്റവും വലിയ വീട് പണിതയാളെന്നോ? ഏറ്റവും കൂടുതൽ ഡിഗ്രികളുള്ള ആളെന്നോ? എല്ലാ മക്കളെയും ഏറ്റവും വലിയ മിടുക്കന്മാരാക്കിയ അമ്മയെന്നോ? എന്താ നമ്മുടെ ശവക്കല്ലറിൽ എഴുതി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? വില്യം കേറി 29 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. ഒരു മനുഷ്യൻ. എല്ലാം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ പിന്നെ വില്യം കേറിയെ പറ്റി പറയരുത്, വില്യം കേറിയുടെ ദൈവത്തെ പറ്റി പറയുക. നമ്മളിലൂടെ ദൈവനാമം ഉയർത്തപ്പെടണം. ദൈവം നിങ്ങൾക്കൊക്കെ എത്ര കഴിവുകൾ തന്നിട്ടുണ്ടെന്ന് ഓർത്തു നോക്കിയേ. ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവ്, ചിലർക്ക് പാടാനുള്ള കഴിവ്, ചിലർക്ക് കീബോർഡ് വായിക്കും. ഇതാ സ്റ്റാൻലി ബ്രദർ നല്ല പാട്ടുകാരനാ. വൈഫിന്റെ അപ്പനാണെങ്കിൽ ഒരു സീനിയർ ഓഫീസറാ സെൻട്രൽ ഗവൺമെന്റിലെ. ഇന്നവർ അരുണാചൽ പ്രദേശിലാണ്. ഞാൻ നിങ്ങളെല്ലാവരും മിഷണറിമാരാകുവാൻ വേണ്ടിയല്ലേ പറയാം. പക്ഷെ നിങ്ങൾ എല്ലാവരും മിഷണറിമാരായാലും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണ്ട അപ്പം കാശ് എവിടെ നിന്ന് കിട്ടുമെന്ന്. കാശ് ഒരു പറച്ചിലുണ്ട് കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് ഹിസ് വിൽ, ഇറ്റ് ഈസ് ഹിസ് ബിൽ. ഇഫ് ഇറ്റ് ഈസ് ഹിസ് ബിൽ, ഇറ്റ് ഈസ് ഹിസ് വിൽ. ഇറ്റ് ഈസ് ഹിസ് ബിൽ. പക്ഷെ ഞാൻ പറയുന്നത്, ദൈവത്തിന് വേണ്ടി നമ്മളൊരു സ്വപ്നം കാണണം. ഞാനൊരു ട്രെയിനിങ്ങിന് പോയി ഒരിക്കൽ. അതെന്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ്ങിൽ ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ്, അതിൽ പറയാണ്, dream something so big that it will doom to failure unless God pay in it. ആ മനുഷ്യൻ പറയാ, നീ ഒരു വലിയ സ്വപ്നം കാണണം. ചെറിയ സ്വപ്നമല്ല, ഒരു വലിയ സ്വപ്നം. ദൈവത്താൽ അല്ലാതെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സ്വപ്നം. ഇന്ന് നിങ്ങളിത് കാണണം. നമ്മൾ ഈ ലോകത്തിൽ നേടിയ ഒന്നുമല്ല നമ്മുടെ വലിപ്പം. ഞാൻ തമാശയായിട്ട് പറയും, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല. കാരണം എന്താ? ഞാൻ 1 രൂപ പോലും ഇട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് 1 രൂപ പോലും ഞാൻ ബാങ്കിൽ ഇട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു കാർഡ് ആധാർ കാർഡാ. ക്രെഡിറ്റ് കാർഡും ഇല്ല, ഡെബിറ്റ് കാർഡും ഇല്ല, ഒരു കാർഡും ഇല്ല. പക്ഷെ എന്നെ ദൈവം നടത്തി. ഞാൻ 26 വർഷത്തിൽ 1 രൂപ പോലും വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചപ്പം എനിക്ക് കിട്ടിയ പൈസ അത് 100% ഞാൻ ഇവിടെ ഓഫീസിൽ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവം അല്പത്തിലും അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ വിശ്വസനാണ്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനും ഒരു ജോലി ചെയ്ത് ജീവിച്ച് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാ. പക്ഷെ ദൈവം എന്നെ പിടിച്ചിവിടെ ഇട്ടു. ചിലർ എന്നോട് പറയും, ബ്രദറെ വലിയ സമർപ്പണമാണല്ലോ. അപ്പൊ ഞാൻ ആ കഥ അവരോട് പറയും. നയാഗ്ര വെള്ളച്ചാട്ടം ഒരാളൊരു കയറേ കൂടെ അപ്പുറത്ത് നടന്ന് എല്ലാവരും വന്ന് പറഞ്ഞു, പറ എങ്ങനെ ഇത് സാധിച്ചു? അദ്ദേഹം വലിയ ബഹളമായപ്പോ അദ്ദേഹം എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നു. എനിക്കൊരു കാര്യം പറയണം, ആരാ എന്നെ പിടിച്ച് തള്ളിയത്? അദ്ദേഹം പോയതല്ല, ആരോ പിടിച്ച് തള്ളിയതാ.
എന്നെ കർത്താവ് പിടിച്ച് തള്ളി. കയറേ കൂടെ നടക്കുകയല്ലേ, തിരിച്ചു പോകാൻ പറ്റത്തില്ല. പണ്ടായിരുന്നു ഞാൻ തന്നെ ഉള്ളായിരുന്നു. ഇപ്പം ദൈവം ഒത്തിരി ആളെ തന്നിട്ടുണ്ടെന്നേ. ഞാൻ ഓരോ ചർച്ചിലും പോകുമ്പം പറയും, ബ്രദർ ഇവിടെ വരാറില്ലല്ലോ, എത്ര നാൾ കഴിഞ്ഞാ വരുന്നേ? ഞാൻ പറയും, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് തന്നെയാ കേൾക്കുന്നത്, ഇവിടെ വരാറില്ലല്ലോ, എത്ര നാൾ കഴിഞ്ഞാ വരുന്നേ? കാരണം കർത്താവ് സഭകളെ വളർത്തി. പണ്ട് 10 ചർച്ച് 10 വിശ്വാസി, ഇന്ന് 1000 അല്ല, 2000 അല്ല, 3000 അല്ല. ഏറ്റവും എതിർപ്പുള്ള സ്ഥലത്ത്, ലോകത്തിലെ ഏറ്റവും എതിർപ്പുള്ള, അടികൊള്ളാൻ ഇതുപോലെ പറ്റിയ വേറൊരു സ്ഥലമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. പക്ഷെ ഇന്നലെ എന്നെ ഒരു സഹോദരൻ വന്നിരിക്കുക. അവൻ ചെന്നൈയിൽ, അവൻ പറഞ്ഞു, ഞാന് എന്റെ അപ്പനെതിരെ പ്രവർത്തിച്ച ആളാ. ഞാൻ ഭയങ്കര ഞാൻ യേശുവിനെതിരായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ ഒരു ജോലി ചെയ്തുകൊണ്ട് സുവിശേഷം ചെയ്യാനാണോ? അപ്പൊ അവൻ പറയാ, പാസ്റ്ററെ അല്ല, എനിക്ക് മുഴുവൻ സമയം കർത്താവിന് വേല ചെയ്യണം. ഞാൻ അവന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞങ്ങൾ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ നീ കുറച്ച് സമയം പഠിപ്പിച്ചിട്ട് ബാക്കി സമയം വേല ചെയ്തു. അപ്പൊ അവൾ എന്നോട് പറയാ, ഇല്ല, എനിക്ക് മുഴുവൻ സമയം കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ ദൈവമേ, ബീഹാറികൾ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറയാ, ഞങ്ങളുടെ ഓൾ നൈറ്റ് പ്രേയറാ, ഇന്ന് ഇവിടുത്തെ 5 ഡിഗ്രിയാ തണുപ്പ്. നിങ്ങൾക്ക് അറിയാമോ പ്രിയമുള്ളവർ? ഈ 5 ഡിഗ്രി തണുപ്പിൽ രാത്രി 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 150 പേര് ഓൾ നൈറ്റ് പ്രേയറിന് വന്നു, ഈ തണുപ്പത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. അവരിൽ ഒരാള് പോലും യേശുവിനെ. അതിൽ വന്ന ഒരു സഹോദരി പല സാക്ഷ്യങ്ങൾ പറഞ്ഞു, അതെല്ലാം പറയാൻ സമയമില്ലല്ലോ. ഒരു സഹോദരി പറഞ്ഞ സാക്ഷി, എന്റെ 2 പെൺമക്കളും ഊമരായിരുന്നു, യേശുവിന്റെ പ്രാർത്ഥന വന്നു, എന്റെ 2 കുഞ്ഞുങ്ങളും ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പ്രഭുക്കോ മാൻതി ഥി, നിങ്ങൾ യേശുവിനെ നിങ്ങൾ പിൻപറ്റുന്ന ആളായിരുന്നോ? അപ്പൊ അവരെന്നോട് പറയാ, സർ മാൻതി കഹാത്തി ജാൻതി ഹി നേതി തോ മാൻതി കഹാത്തി. എന്നോട് പറയാ, എന്റെ ബ്രദറെ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല യേശുവിനെ പറ്റി, പിന്നെ ഞാൻ എങ്ങനെയാ യേശുവിനെ സ്വീകരിക്കുന്നേ? കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ല. ഇന്നലെ വന്ന ഈ 2 സഹോദരന്മാര്, ഈ ഭർത്താവും ഭാര്യയും യേശുവിന്റെ പേരേ കേട്ടിട്ടില്ല. അവൻ 3 പോലീസ് എക്സാം പാസ്സായി, എല്ലാം പാസ്സായ ആളാ. ഇപ്പൊ അവൻ പറയുന്നേ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ആള് ഞാനാ. ഞങ്ങളുടെ മിഷനിൽ ഞാൻ പറയുന്നത്, നമുക്ക് കഴിവ് വേണ്ട. നമ്മൾ ചുമ്മാ ഇരുന്നൊരു സ്വപ്നം കാണാൻ തയ്യാറാണോ? ദൈവത്തിന് വേണ്ടി ഒരു സ്വപ്നം, ഒരു വലിയ സ്വപ്നം. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം തന്ന സന്ദേശം ഇതാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇന്നൊരു സ്വപ്നം കാണണം. നിങ്ങളുടെ കയ്യിലുള്ള കഴിവും, നിങ്ങളുടെ കയ്യിലുള്ള പണവും, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം അവിടെ ഇരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി, നിങ്ങളെ നാട്ടുകാർ മുഴുവൻ കളിയാക്കുന്ന തരത്തിലുള്ള സ്വപ്നം കാണും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് ശവപ്പറമ്പിൽ 1000 ചർച്ച് കാണണമെന്ന് പറഞ്ഞു. എനിക്ക് കർത്താവ് 1000 ചർച്ച് കാണാൻ ഭാഗ്യം തന്നില്ല. എനിക്ക് കർത്താവ് ഭാഗ്യം തന്നത് ഒരു 3500 ചർച്ച് കാണാൻ ആ ഭാഗ്യം തന്നു. ഇന്ന് ഈ ശവപ്പറമ്പിൽ 3500 ചർച്ച് വരെ ഞങ്ങൾ എണ്ണി. അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക. ഹമാര നാരായ ഹെ ഘർ ഘർ കലിശ, ഹർ ഘർ കലിശ. ഏത് വീട്ടിൽ 2 പേര് വന്നോ അവിടെ പ്രാർത്ഥന തുടങ്ങുക. അത് വീടായാലും, അടുക്കളയായാലും, പറമ്പായാലും, സ്കൂളിന്റെ വരാന്തയായാലും, മുറ്റമായാലും, അത് ആട്ടിന്റെ തൊഴുത്തായാലും, അത് വളരും. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ നിങ്ങളോട് കാര്യം പറയും, ഓരോ ചർച്ചിലും അത്ഭുതങ്ങളില്ലാത്ത ഒരൊറ്റ ചർച്ചില്ല. ഇത് മുഴുവൻ പുതിയ ചർച്ചുകളാണ്. അതുകൊണ്ട് ഇത്ര എതിർപ്പുകൾ ഉള്ളപ്പോഴും ചർച്ച് വളരുക. ഇസ്രായേൽ മക്കളെ ഒതുക്കാൻ നോക്കും തോറും ഇസ്രായേൽ മക്കള് വളർന്നതുപോലെ, പെരുകിയതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ആ പ്രതിസന്ധി മാറും. നിങ്ങളെ ഉപയോഗിക്കും, ഒരു 100 മടങ്ങ് ഉപയോഗിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നെഹമ്യാവിനെ പോലൊരു മനുഷ്യൻ തൻ്റെ സ്റ്റെപ്പ് മുമ്പോട്ടൊന്ന് വെക്കാൻ തയ്യാറായപ്പോൾ 140 വർഷം മുൻപ് രാജാവ് തകർത്ത് കളഞ്ഞ യെരുശലേമിന്റെ ശഹർപ്പന, യെരുശലേമിന്റെ മതില് 52 ദിവസം കൊണ്ട് അതിന്റെ പണി തീർന്നെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ സമയം ഇതുവരെ നിങ്ങൾ ചെയ്തതിൻ്റെ
10 മടങ്ങ് 100 മടങ്ങ് നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ പോവുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. അത് മതിൽ പണിയാൻ വേണ്ടിയാ. നിങ്ങളുടെ സഭയിലെ കൂട്ടുവിശ്വാസികളുടെ തകർന്നിരിക്കുന്ന മതിൽ പണിയാൻ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ജീവിതത്തിലെ തകർന്ന മതിൽ പണിയാൻ, നിങ്ങൾ അറിയാത്ത നാട്ടിലെ, നിങ്ങളുടെ ഈ മദർലാൻഡിലെ തകർന്ന മതിൽ പണിയാൻ ദൈവം നിങ്ങളോട് ഉപയോഗിക്കാൻ പോവുക. നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളതിന് തയ്യാറായാൽ മതി. നിങ്ങളതിന് ഒരു ചുവടെടുത്ത് വെച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നു, സാക്ഷ്യം പറയാ. അവള് പറയാ, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ഞാൻ വലിയ അസുഖമായിട്ടാണ് വന്നത്, ഞാൻ സൗഖ്യമായി. നമ്മൾ അറിഞ്ഞില്ല. ആ പ്രാർത്ഥനയിൽ ദൈവം അങ്ങ് സൗഖ്യമാക്കി. വേറൊരു സ്ത്രീ ഇവിടെ വന്നു, ഞാനും എന്റെ ഭർത്താവും കൂടെ കൈ നിറച്ചു മരുന്ന് കഴിക്കുമായിരുന്നു. ആരോ എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞു. ഭർത്താവ് മിലിറ്ററി ജോലിക്കാരനാ. പറഞ്ഞു, ഹം നൈറ്റ് പ്രേയർ में आते गए कब हुआ हमको मालूम नहीं है, हमको प्रभु ने पूरा चंगा कर दिया, आज मेरा घर में एक भी गोली नहीं देखेगा. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നു, ആരും തലയെ കൈവച്ച് പോലും പ്രാർത്ഥിച്ചില്ല. ആ സ്ത്രീ പറയാ, എന്നെയും എന്റെ ഭർത്താവിനെയും ദൈവം സൗഖ്യമാക്കി. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരു ഗുളിക പോലും കാണത്തില്ല. ഇന്ന് അവർ വരുന്നത് വണ്ടി നിറച്ചു വേറെ ആളുകളുമായിട്ടാ. ഞാൻ പറയുന്നത്, God has a great plan for your life. A vision like that of Nehemiah. Vision for spiritual growth. നിങ്ങൾ സ്വീകരിക്കണം. നമ്മൾ എന്നും പ്രാർത്ഥിച്ചിങ്ങനെ കഴിയേണ്ടവരല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയണം, അന്യഭാഷയിൽ സംസാരിക്കണം, അന്യഭാഷകൾ സംസാരിക്കണം. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അടുത്ത 25 വർഷം അന്യഭാഷ സംസാരിച്ചിരിക്കാനല്ല, നമ്മൾ പ്രൊഫസി ചെയ്യണം, നമ്മൾ ദർശനം കാണണം. അതെ ആക്സില് നമ്മൾ വായിക്കുന്നു 2:17, ആ अंतिम दिनों में ये होगा कि मैं अपना आत्मा सब मनुष्यों पर उतारेगा, तुम्हारा जवान दर्शन देखेगा. 2:17 അപ്പോസ്തല പ്രവൃത്തികൾ. നിങ്ങൾ ദർശനങ്ങൾ കാണും, നിങ്ങൾ സ്വപ്നങ്ങൾ കാണും, നിങ്ങളെ ദൈവം ശക്തമായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ജനത്തിന് ഭയങ്കര, they could not believe. ഇവർ ഈ സാധാരണക്കാർ എങ്ങനെ ഇങ്ങനെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത്. that is going to happen in your life. Are you willing? ഇന്ന് നിങ്ങളൊരു സന്ദേശം കേട്ട് പോകണ്ട. എബി മാത്യുവിന്റെ മെസ്സേജ് നിങ്ങൾ മാർക്കിടണ്ട. ഇന്ന് God is speaking to you. Receive it now. നിങ്ങളൊരു അന്യഭാഷ പറയുന്ന ആളാണെങ്കിൽ നിങ്ങളെ ദൈവം പ്രൊഫസിക്ക് വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾ വേറെ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കും നിങ്ങളിലൂടെ. യെസ്, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് ഈ നിമിഷങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യെസ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ലോകത്തിന്റെ ആൾക്കാരല്ല. നമ്മൾ ലോകത്തിൽ ആരോടും നമുക്ക് മത്സരമില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരല്ല നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ റോൾ മോഡൽ ജീസസ് ക്രൈസ്റ്റ് ആണ്. എബ്രായ ലേഖനം 12:2. അടുത്ത നിങ്ങളുടെ ബോസിനെ ശ്രദ്ധിച്ചു നോക്കാനല്ല, നോക്കിക്കോ, അയാൾ പറയുന്നൊക്കെ ചെയ്തു, അദ്ദേഹം പറയുന്നൊക്കെ ചെയ്തു, വെരി ഗുഡ്. പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു വ്യക്തി യേശുവാണ്. യെസ്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹി ഈസ് അവർ റോൾ മോഡൽ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പർപ്പസ് ഫോർ യുവർ ലൈഫ്. അത് നടക്കും, അത് സംഭവിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയുള്ള ദർശനം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദർശനം. ആമേൻ. യെസ്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദർശനം. ആമേൻ. ഹല്ലേലൂയ. യു വിൽ സെറ്റ് ഗോൾസ്. യെസ്, നിങ്ങൾ പ്രാർത്ഥിച്ച് എഴുതി വെക്കും. നിങ്ങൾ ഹബക്കൂക്ക് 2:2 എഴുതി വെക്കുക. വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക. അതിന്റെ ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെടുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. അത് നടക്കും. യെസ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എ വിഷൻ ഫോർ മിഷൻ. നിങ്ങളൊരു വിഷൻ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഇവിടെ ഇത്രയും പേര് വന്നത്. 40 പേര് വരാനിരുന്നതാ. ബാക്കിയുള്ളവരൊക്കെ അടുത്ത വർഷം വരണം. വരണം പ്രിയമുള്ളവരെ. എന്നോട് ചോദിക്കുമ്പോൾ അപ്പൊ തണുപ്പില്ലാത്തത് എപ്പോഴാ? അപ്പൊ പൊടിയില്ലാതെ. എന്നോട് ഡോക്ടർ പറഞ്ഞാണ് തണുപ്പുള്ളിടത്ത് പോകരുത്. കാരണം എനിക്ക് ആസ്മയുടെ അസുഖമാണ്. ഞാൻ പറയട്ടെ, ഇന്നിവിടെ 5 ഡിഗ്രി തണുപ്പായിരിക്കും. ഡൽഹിയിൽ 5, അവിടുത്തെ ടെമ്പറേച്ചറായി ഇവിടെയും. ഇന്നലെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്നലെ ഞാൻ ഇവിടെ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത്. എല്ലാ മാസവും അസുഖം വരുന്ന എനിക്ക് കഴിഞ്ഞ 26 വർഷത്തിൽ ഒരിക്കൽ പോലും ആസ്മയുടെ അസുഖം വന്നില്ല. യേശു എന്നെ സൗഖ്യമാക്കി. യേശു നിങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുക. യെസ്, അവർ ഗോഡ് ഈസ് ഹീലിംഗ് ഗോഡ്.
ആർക്കും അറിയാത്ത നിങ്ങളുടെ രോഗം കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി കർത്താവ് മാറ്റും. യെസ്, പക്ഷെ നിങ്ങൾ അവൈലബിൾ ആകണം. ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ അവൈലബിളാ, ഞാൻ അവൈലബിളാ, ഞാൻ അവൈലബിൾ, ഐ ആം അവൈലബിൾ, ഐ ആം അവൈലബിൾ. നിങ്ങളുടെ സമയം ദൈവം തന്നതല്ലേ. കൊറോണയിൽ എത്രയോ പേര് നമ്മുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ട്. എന്തിന് നമ്മൾ ഇവിടെ നമ്മൾ നല്ല എക്സസൈസ് ചെയ്തുകൊണ്ടാണോ? അത് നമ്മൾ ഏതാണ്ട് മരുന്ന് കഴിച്ചത് കൊണ്ടാണോ? ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു പദ്ധതി ഉള്ളത് കൊണ്ടല്ലേ. സോ ടുഡേ ടേക്ക് ഡിസിഷൻ. പറ്റുന്നില്ല ബ്രദറെ, പറ്റുന്നില്ല പാസ്റ്റർ എന്ന് പറയരുത്. ഐ എം അവൈലബിൾ എന്ന് പറയണം. നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് പലതിനും സമയം മാറ്റി. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദൈവം തൻ്റെ ഒറ്റ മോനെ ഉള്ളായിരുന്നു. ആ മോനെ കർത്താവ് അയച്ചത് എന്തിനു വേണ്ടിയാ? മിഷന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? പോയി മരിക്കാൻ വേണ്ടിയാ, അല്ലേ? ആർക്ക് വേണ്ടി മരിച്ചു? യേശുവിന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ലേ യേശു മരിച്ചത്? ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ മരിച്ചത്. യേശു തെറ്റ് ചെയ്തിട്ടല്ല യേശു മരിച്ചത്. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തുകൊണ്ടാണ് യേശു മരിച്ചത്. നമ്മൾക്ക് വേണ്ടി യേശുവിന് അത് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അതെ, ആരുടെയും സൂപ്പർഫിഷ്യൽ ആത്മീയതയല്ല. ദൈവത്തിന് വേണ്ടത് ഒരു ഡീപ്പ് സ്പിരിച്വാലിറ്റി. അതിന് വില കൊടുക്കണം. അതിന് നമ്മൾ വില കൊടുത്തേ പറ്റത്തുള്ളൂ പ്രിയമുള്ളവരെ. അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ ആ ഒരു തീരുമാനം, യെസ്, ദൈവം നിങ്ങളെ നെക്സ്റ്റ് ലെവലിൽ ഉപയോഗിക്കാൻ പോവാ. ദിസ് ഈസ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിംഗ് മീ ടു ടെൽ യു, ടു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. അതൊരു സെൽഫിഷ് ഡിസയർ അല്ല. ദൈവം, ഗോഡ് വിൽ യൂസ് യു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. എന്തിനു വേണ്ടി അനുഗ്രഹിച്ചേ? മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്രഹാമിനെ ദൈവം കനാനിൽ കൊണ്ടുപോയി. പക്ഷെ അബ്രഹാം സ്വന്തം സൗകര്യത്തിനു വേണ്ടി അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി. എന്താ സംഭവിച്ചേ? ഫെയ്ത്തിന്റെ സ്ഥാനത്ത് ഫിയർ വന്നു, അല്ലേ? വിശ്വാസത്തിന്റെ സ്ഥാനത്ത് ഭയം. ആ ഭയം വന്നിട്ട് സ്വന്തം ഭാര്യയെ പറ്റി, സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി രാജാവിനോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, ഇതെന്റെ ഭാര്യയല്ല, എന്റെ വൈഫാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടി ഭാര്യയെ സഹോദരിയാക്കി. ആ ആളെ കൊണ്ട് ഫറവോൻ കൊണ്ടുപോയി. പാവം ഫറവോൻ, ഒന്നും അറിയാത്ത ഫറവോൻ അവസാനം കഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടെ ദർശനത്തിൽ നിലനിന്നില്ലെങ്കിൽ നാട്ടുകാർ കഷ്ടപ്പെടും, നമ്മൾ കാരണം. അയാൾ പറഞ്ഞിടൂ, താനല്ലേ പറഞ്ഞത് എന്റെ ഭാര്യയല്ലെന്ന്, സഹോദരിയാന്ന്, അതുകൊണ്ടല്ലേ ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ വന്നത്. അവസാനം വിശ്വാസിയല്ലാത്ത അബ്രഹാം, വിശ്വാസിയല്ലാത്ത ഫറവോൻ, വിശ്വാസിയായ അബ്രഹാമിന് കൗൺസിൽ ചെയ്യേണ്ടി വന്നു. ഇനിയെങ്കിലും നിന്റെ ഭാര്യ സഹോദരി എന്ന് പറയരുത്. എന്ന് വെച്ചാൽ എന്റെ ഭാര്യയെ കൊണ്ടുപോയാലും വേണ്ടിയാൽ ഞാൻ എങ്ങനെയും രക്ഷപ്പെടണം. എന്താ? ദർശനം ഇല്ലെങ്കിൽ, ദർശനം നഷ്ടപ്പെട്ടാൽ ഇതാ സംഭവം. അവസാനം എന്തു പറ്റി? ഇനി ഫറവോനോട് സുവിശേഷം പറയാൻ പറ്റുമോ? കാരണം ഈ പണി ചെയ്തിട്ട് ഫറവോനോട് പറയാൻ പറ്റുമോ എന്റെ കർത്താവ് വിശ്വസ്തനാണെന്ന്? ഫറവോൻ ചോദിക്കും, വിശ്വസ്തനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഭാര്യ സഹോദരിയാന്ന് പറഞ്ഞത്? അവസാനം അവിടുന്ന് തടി തപ്പി ഓടേണ്ടി വന്നു. അത് വേണ്ട. ഒരു ബാഡ് സ്റ്റോറിയായി. അത് റിപ്പീറ്റ് ചെയ്തു. ഗെരാരി ചെന്നപ്പോ അബിമേലെക്കിന്റെ അടുക്കൽ അത് പിന്നെ അത് തന്നെ. ആ ഭയം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം ഒരിക്കലും കടക്കാരനല്ല. നമുക്കിന്ന് ടുഡേ ലെറ്റ് us receive that vision. യെസ്, ലെറ്റ് us receive vision. ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്ന അമേരിക്ക വരാൻ വേണ്ടിയാ. കർത്താവെ, ഒരു പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് പ്രസംഗിച്ചു, നിങ്ങൾ 2-3 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അമേരിക്കയിൽ പോകണം. നിങ്ങൾ എല്ലാവരും അമേരിക്കയിലെത്തി, ഇനി അങ്ങോട്ട് പോകാൻ, സ്വർഗത്തിലല്ലേ ഇനി പോകാനുള്ളൂ, അതിൽ നല്ലൊരു സ്ഥലമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് ഇനിയും കാണേണ്ട ദർശനം എന്താണെന്നറിയാമോ? ആത്മാക്കളെ വിടുവിക്കണം. യെസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്. നമ്മുടെ പിള്ളേർക്ക് പോലും നമ്മുടെ സമ്പത്ത് വേണ്ട, ഇല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു നിക്ഷേപമായിട്ട്. ലെറ്റ് us receive that vision. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. റൂറബ ശതറബ ശകറബ. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യം ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ച നോട്ടല്ല. ഇത് എന്നോട് ദൈവാത്മാവ് പറയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അതിങ്ങനെ പേടി കൂടാതെ അങ്ങോട്ട് പറയുന്നത്. കാരണം എന്നോട് ദൈവാത്മാവ് പറയുന്നത് ഞാൻ പറയാന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ വേല നടത്തുന്നതും ഒക്കെ കർത്താവ് നടത്തുന്നത്. പക്ഷേ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർ വന്ന് ഓരോ ദൈവദാസന്മാരോടും ദൈവം പറയുന്നത് അങ്ങോട്ട് പറയാണ്. എന്തിനു വേണ്ടിയാ? അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങൾ നാളെ പറയുമ്പോൾ ഞാൻ റിസീവ് ചെയ്യണം. ബിക്കോസ് ഗോഡ്സ് ഗ്രേറ്റ് പ്ലാൻ ഫോർ യുവർ ലൈഫ്, മൈ ലൈഫ്, ഇറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ്. അതെ, നിങ്ങൾ സമയത്തെ കൗണ്ട് ചെയ്യണം. കർത്താവേ, നാളുകളെ എണ്ണാനെ പഠിപ്പിക്കണമേ. അതെ, യു മസ്റ്റ് റെഡീം യുവർ ടൈം. ഈ സമയം എല്ലാവർക്കും 2025 ഒരു നിമിഷം പോലും ഇനി നമുക്ക് തിരിച്ചു കിട്ടത്തില്ല.
നമ്മുടെ പക്കലുള്ളത് ഇനി 2026 12 തീയതിയുള്ള ദിവസം മാത്രമേ ഉള്ളൂ. സോ ലെറ്റ് us take a wise decisions. Let us receive. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, ഇന്ന് ഈ രാത്രി സമയം അവിടെ യേശുവേ, ആമേൻ ആമേൻ, പരിശുദ്ധാത്മാവേ, ഒരു അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ദാസന്മാരിലല്ല, ഓരോ ഡിസൈപ്പിളിലും ഓരോ വിശ്വാസിയിലും അങ്ങയുടെ അനോയിന്റിങ് വന്നിറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ അത്ഭുതത്തിന്റെ ആമേൻ ആമേൻ അത്ഭുതകരമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനോയിന്റിങ് റിസീവ് ചെയ്യാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ I claim it in the name of Jesus. I declare it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ expansion of the church. കർത്താവേ, ഇന്ന് കുടുംബത്തിൽ ചില കർത്താവേ ആ വിശേഷമായ ആമേന സ്പെഷ്യൽ കർത്താവേ അവരുടെ സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തലമുറകളുമായി ബന്ധപ്പെട്ട യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് കർത്താവെ വിടുവിച്ച് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവരെ തൊട്ട് ദൈവമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ഒരു പുതിയ ദർശനം നൽകി അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.